ഇതിലൊരു 20,000 ഡിസ്കൗണ്ട് ചെയ്യുന്നുണ്ട്. അന്ന് വണ്ടി ഇറങ്ങുന്ന സമയത്ത് വണ്ടിക്ക് ഏകദേശം 11ന്റെ അടുത്ത് 11.5-12 റേഞ്ചിലായിട്ട് വണ്ടിക്ക് റേറ്റ് അന്നുണ്ടായിരുന്നു. ഇപ്പൊ ഫുൾ ഓപ്ഷൻ വണ്ടിക്ക് ഏകദേശം 17-18 റേഞ്ചിൽ റേറ്റ് വരുന്നുണ്ട്. അന്നത്തെ റേറ്റ് ആയിട്ട് കമ്പയർ ചെയ്യുന്നേരം പകുതി റേറ്റിലേക്ക് ഏകദേശം എത്തിയിട്ടുണ്ട്. നല്ല വണ്ടിയാണ്. ഫുൾ ലോൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ലേ. മുന്നേ ഇവിടെ റേറ്റ് ഇട്ടത് 7,70,000 ആയിരുന്നു. ഓഫർ സൈഡിലേക്ക് എന്തെങ്കിലും 30,000 കുറച്ചാണ്ട് കൊടുക്കാം. 7,40 ആയിട്ടുണ്ട്. ഇനിയും ബാർഗൻ ചെയ്ത് ചെയ്യാം. ഇനിയും കുറയുന്നുണ്ടാവും. ഓക്കെ, 2 വർഷത്തേക്ക് പുതിയ ബ്രേക്ക് ലൈറ്റ് എനിക്ക് കൊടുക്കുന്നതല്ലേ. ഓക്കെ, ഈ ഒരു വണ്ടിക്ക് നമുക്ക് ലോൺ ഇപ്പൊ എത്ര പറയാൻ വേണ്ടി പറ്റും? 15 ലക്ഷം രൂപ വരെ ലോൺ ചെയ്യാം കൺഫേം. അതായത് ഫുൾ ലോൺ തന്നെ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ഫ്ലഡ് ഒന്നുമില്ല. ഓക്കെ, അഥവാ ഉണ്ടെങ്കിൽ ഗ്യാരണ്ടി നമ്മൾ ഫ്ലഡ് തിരിച്ചെടുക്കും. ഗ്യാരണ്ടിയാണ്. ഓക്കെ സായിക്ക, കുറെ വീഡിയോകളിലായിട്ട് എല്ലാവരും കമന്റ് ചെയ്യുന്നുണ്ട് പഴയ പോലെ തന്നെ ലോ ബഡ്ജറ്റ് വണ്ടികളൊന്നും ഇല്ല എന്നുള്ളത്. ലോ ബഡ്ജറ്റ് വണ്ടി വന്നിട്ടുണ്ട്. KL55 തിരൂരാണോ തിരൂരങ്ങാടി രജിസ്ട്രേഷൻ ആണോ? ഇത് തിരൂർ രജിസ്ട്രേഷനിൽ KL55 വരുന്ന വണ്ടി കേട്ടോ. മാരുതി 800 ആണ്. മോഡൽ ഏതാ വരുന്നത്? ഇത് 2006 മോഡല് MPFI കേട്ടോ. മൾട്ടിപോർട്ട് ഫ്യൂൽ ഇഞ്ചക്ഷൻ ആണ്. ഏകദേശം 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. കാർബറേറ്ററിനെ അപേക്ഷിച്ചിട്ട് കുറച്ചുകൂടെ ലേറ്റസ്റ്റ് ടെക്നോളജി ഉള്ള വണ്ടിയാണ്. ഓണർഷിപ്പ് എത്ര വരുന്നത്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന വണ്ടി. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. കിലോമീറ്റർ കാണിക്കുന്നത് 38,000 ആണ്. ശരിയാണോന്ന് അറിയില്ല. ലോണൊന്നും കിട്ടൂല. ലോൺ കിട്ടില്ല. അപ്പൊ ലോൺ കിട്ടാത്ത രീതിയിൽ ചെറിയ വിലക്ക് കൊടുക്കാൻ പറ്റുമോ? കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറച്ച് ഒരു 35 രൂപേന്റെ വണ്ടി കിട്ടിയിരുന്നു. അപ്പൊ കുറെ ആളുകൾ ലോൺ കിട്ടുമെന്ന് വെച്ചിരുന്നു. ഇതിന് ലോൺ കിട്ടൂല. ഓക്കെ, ഇതിന്റെ പ്രൈസ് നമുക്ക് 45 കുറച്ച് കൊടുക്കും മാക്സിമം. സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടേ ഉള്ളൂ. 45,000 കിലോമീറ്റർ, 2006 മോഡൽ മാരുതി 800. അത്യാവശ്യം ബോഡി ഷേപ്പ് കാണുന്നുണ്ട്. 45 എന്നുള്ളത് ഇനിയും കുറയും. മാക്സിമം കുറച്ച് കൊടുക്കണ്ടേ? മാക്സിമം കുറച്ച് കൊടുക്കുന്നുണ്ടാവും. 40 താഴെ 40 താഴെയൊക്കെ ആക്കിയാണ് കൊടുക്കുക. ഓക്കെ, AC വരുന്നില്ല. നോൺ AC ആണ്. ഡ്രൈവിംഗ് ഒക്കെ പഠിക്കാൻ പറ്റുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വണ്ടിയാണ്. വാല്യൂ ഫോർ മണിയുള്ള മാരുതി 800. നമസ്കാരം, ഞാൻ അഭി. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മലപ്പുറം ജില്ലയിൽ പുളിക്കൽ, നേരെ പുറകിൽ കാണുന്ന പുളിക്കൽ ഹൈവേ ആണ്. അതിന്റെ തൊട്ടടുത്തുള്ള ഗ്രൗണ്ടിലാണ് നമ്മളെ മേള നടക്കുന്നത്. സാബിക്ക, വില കൂട്ടി കുറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയിൽ പുതിയ വണ്ടികൾ മാത്രമേ ഉള്ളൂ. അല്ല, പുതിയ വണ്ടികൾ ഇപ്പോ കുറച്ച് വണ്ടികൾ കയറിയിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് തരാം. ഓക്കെ, പിന്നെ വണ്ടി മാക്സിമം നമ്മള് പഴയ വണ്ടികൾക്കൊക്കെ അത്യാവശ്യം വില വീണ്ടും കുറച്ചിട്ടുണ്ട്. ഇനി കുറയ്ക്കുക തന്നെയാ? കുറച്ച് കൊണ്ടുവരാണ്. വണ്ടി പോകുന്നുണ്ടോ? വണ്ടി ഇപ്പൊ നമുക്ക് ഏകദേശം ഒരു 10-30 വണ്ടിന്റെ അടുത്ത് തന്നെ നമുക്ക് 30 വണ്ടിയുടെ അടുത്ത് പോയിട്ടുണ്ടല്ലേ. ഓക്കെ, മാക്സിമം ആളുകൾ വരുന്നുണ്ട്. ഈ വീഡിയോയിൽ പറയുന്ന ഓഫർ റേറ്റ് ഫൈനൽ റേറ്റ് ആണോ എന്ന് കുറെ കോളുകൾ കേൾക്കുന്നുണ്ട്. അല്ല, ഇനിയും കുറച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് നമ്മളെ വില കേട്ടിട്ട് ആരും നെട്ടണ്ട. അപ്പൊ വില കൂടുതലാണോ? വില കൂടുതലാണെന്നാണ് കൂടുതൽ ആളുകൾ നമ്മൾ കമന്റ് വരുന്നതിനനുസരിച്ച് നമ്മൾ എല്ലാ കമന്റും നോക്കണം. ഓക്കെ, അപ്പൊ വില കൂടുതലാണ് കമന്റ് വരുന്നുണ്ട്. അപ്പൊ വില കൂടുതലാന്നുള്ള വണ്ടികളെ നമുക്ക് നോക്കി ചെക്ക് ചെയ്തിട്ട് വീണ്ടും കുറക്കുന്നുണ്ട്. ഇനി വില കൂടുതലാണെന്ന് തോന്നുന്ന ആൾക്കാരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മുരളൊന്ന് സൈഡിക്ക് വില കൂടുതലാണെന്ന് തോന്നുന്ന ആൾക്കാരുണ്ട് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തിട്ടും വില കുറവ് എവിടെയാണുള്ളത് എനിക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ അപ്പൊ നമുക്ക് ഇവിടെ ഉള്ള ഒരു വണ്ടി പരിചയമായിട്ട് തുടങ്ങിയല്ലോ. ഫസ്റ്റ് വണ്ടി എടുത്താ പോവാ. ഫസ്റ്റ് നമുക്ക് പോളോ പറയാം. ആയിക്കോട്ടെ. പോളോ ഇപ്പൊ ഒന്ന് വന്ന വണ്ടിയാണ്. പോളോ ഹൈലൈൻ ആണോ? എല്ലാ വീൽസ് കാണുന്നുണ്ട്. അതെ, പെട്രോൾ ആണ്. ഹൈലൈൻ ആണ് വരുന്നത്. 1 ലിറ്റർ ആണോ 1.2 ആണോ? ഹൈലൈൻ 1.2 ആണ് വരുന്നത്. 1.2 ഹൈലൈൻ പോളോ 15 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. അത്യാവശ്യം നല്ല ബോഡി ഷേപ്പ് കാണുന്നുണ്ട്. ഈ കളറിന് എന്താ പറയാ? ഇതൊരു ഗ്രേ ടൈപ്പ് കളറാണ് വരുന്നത്. RC നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല കളർ എന്ന് പറയുന്നത്. ബ്ലാക്ക് അല്ല, കാണുന്ന ബ്ലാക്ക് ആയിട്ട് തോന്നുന്നുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ്, എയർ ബാഗ്സ്, ഡ്യുവൽ എയർ ബാഗ്സ്, അതേപോലെ തന്നെ alloy വീൽസ്. ഇന്റീരിയർ ഇപ്പോൾ പുതിയതായിട്ട് നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. കിലോമീറ്റർ 98 കിലോമീറ്റർ 90,000 കിലോമീറ്റർ ഓടി. 98,000 കിലോമീറ്റർ, 98,827 കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുണ്ട്. പെട്രോൾ വണ്ടി അതിനെ കൊണ്ട് വലിയൊരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത്. കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണോ? കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. നിലവിലുള്ള കണ്ടീഷൻ എന്താണ്? 88,000 ലാസ്റ്റ് സർവീസ് ചെയ്തിട്ടുണ്ട്. റീപ്ലേസ് ഇല്ല. 88 സർവീസ് ചെയ്തിട്ടുണ്ട്. 88,000 വരെ കമ്പനി സർവീസ് ഉണ്ട്. റീപ്ലേസ് ഒന്നുമില്ല. ഓക്കെ, നല്ല വണ്ടിയാണ്. ലോണൊക്കെ ഏകദേശം എത്ര കിട്ടുന്നുണ്ടോ? 5.25 ലക്ഷം രൂപ വരെ ചെയ്യാം. 5.25 വരെ ലോൺ കിട്ടാൻ സാധ്യത ഉണ്ട്. വണ്ടിക്ക് ഇവിടെ ചോദിക്കുന്ന റേറ്റ് എത്രയാ? ഇവിടെ 5.4 ചോദിക്കുന്നുള്ളൂ. നമ്മൾ മാക്സിമം അതിൽ കുറച്ച് കൊടുക്കും. മാക്സിമം തന്നെ കുറച്ച് കൊടുക്കുന്നത്. ഇത് വില കൂടുതലാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം. വില കൂടുതലാണെന്ന് പറയട്ടെ, മെൻഷൻ ചെയ്യുമ്പോൾ നമുക്ക് 98,000 കിലോമീറ്റർ കാണുന്നുണ്ട്. കുറച്ച് കൊടുക്കാം. ഇനി കുറച്ച് കൊടുക്കും. 5-ന് താഴത്തേക്ക് എത്തിക്കാൻ പറ്റുമോ? കസ്റ്റമർ വന്നിട്ട് ബാർഗൻ ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് കുറച്ച് കൊടുക്കാം. അല്ല, ഞാൻ ചോദിക്കാം, എനിക്കിപ്പോ വേണമെന്ന് വെച്ചാൽ 5-ന് താഴെ വണ്ടി തരുമോ? ചെയ്യല്ലോ, ചെയ്യാം. ഇതേപോലെ തന്നെ കസ്റ്റമേഴ്സിന് ഈ ഒരു കാര്യം കിട്ടും. ഓഫർ കസ്റ്റമർക്ക് മാക്സിമം നമുക്ക് ഇത് ലോൺ ചെയ്യുന്നുണ്ട്.
ഇത് ഇവിടെ അടുത്ത് മെക്കാനിക്കിനെ കൊണ്ട് ചെക്ക് ചെയ്യാനുള്ളത് കൊടുക്കുന്നുണ്ട്. റീപ്ലേസ് ഒന്നും ഇല്ലാന്ന് കൺഫേം പറയുന്നുണ്ട്. ഇതിന്റെ ഹിസ്റ്ററി നിങ്ങൾ തന്നെ എടുത്തു കൊടുക്കും ചെയ്യും. വിശ്വസിച്ച് എടുക്കാൻ വേണ്ടി പറ്റൂലേ? ധൈര്യത്തിൽ എടുക്കാം. ഓക്കെ. അടുത്തത് 2013 മോഡല് ബീറ്റ് LT ആണ് വരുന്നത്. 4-door പവറിന്റെ ബീറ്റ് LT എന്നുള്ളത് ഫുൾ ഓപ്ഷൻ ആയിരിക്കും. പെട്രോൾ ആണ്. പെട്രോൾ ആണ്. ഓക്കെ. ഇത് LSന്റെ ബാറ്റിംഗ് ഉള്ള സാധിക്കുക. 2-door LS ആണ് ബാറ്റിംഗ് കൊടുത്തിട്ടുള്ളത്. അതായത് മിഡിൽ ഓപ്ഷൻ ആണ്. 1200 cc എഞ്ചിൻ ആയിരിക്കും ബീറ്റ് LS പെട്രോളിലേക്ക് വരുന്നേരം നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഫീച്ചർ സൈഡിൽ AC, പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2-door പവർ വിൻഡോസ്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് AC വരുന്നുണ്ടാവില്ല. വണ്ടി ഇൻറ്റീരിയർ അത്യാവശ്യം നീറ്റ് ഉണ്ട്. 4-door പവർ വിൻഡോസിലേക്ക് നിലവിൽ ആഫ്റ്റർ മാർക്കറ്റ് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ബീറ്റ് 2013 എന്തെങ്കിലും റീപ്ലേസ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. നല്ല വണ്ടിയാണ്. 63,000 കിലോമീറ്റർ ഓടിയുള്ളൂ. സിംഗിൾ ഓണർ വണ്ടി. ഇപ്പോൾ സാധാരണ ബീറ്റ് ഇത് ഗ്ലാസ് ഒരു ഗ്ലാസ് ഞാൻ 12 കണ്ടിട്ടുണ്ട്. കമ്പനിയിൽ നിന്ന് വരുമ്പോൾ തന്നെ ഫാക്ടറിയിൽ നിന്ന് തന്നെ ചില വണ്ടികൾക്ക് ഇപ്പോൾ ഷെവർലെയിലും ഫിയാറ്റിലും നമ്മൾ കാണാറുണ്ട് ഗ്ലാസ് ഒരേ വണ്ടിക്ക് തന്നെ പല പല കോഡായിട്ട് വരുന്നത്. അത് ഇതിൽ ഞാൻ ഒരു ഗ്ലാസ്സിൽ ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട് 12 ഒരു ഗ്ലാസ്സിൽ. പക്ഷേ ജനുവിൻ 13 വണ്ടിയാണ്. വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പെട്രോൾ ബീറ്റ് വലിയ മെയിൻ്റനൻസ് വരില്ല. മൈലേജ് സൈഡിൽ ഏകദേശം 15 കാണാറുമുണ്ട്. റേറ്റ് എത്ര ചോദിക്കുന്നത്? 13 ബീറ്റിന് 1,38,000 ചോദിക്കുന്നത്. കുറച്ച് കൊടുക്കും. LS എന്നുള്ള വേരിയന്റ് നല്ല വണ്ടിയാണ്. എടുക്കുന്ന വർക്ക് എന്തെങ്കിലും ഉണ്ടോ? പെട്രോൾ അല്ലേ. ഓണർഷിപ്പ് എത്ര ആയിട്ട് ഉണ്ടാവും? സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ആണ്. കിലോമീറ്ററോ? 60,000. ഓക്കെ. ലോണ് കിട്ടുന്നുണ്ടാവോ? ബീറ്റ് ചെയ്യാൻ കഴിയില്ല. ബീറ്റ് നിർത്തിയതിനെ കൊണ്ട് കിട്ടില്ല. സ്പെയർ ഇപ്പോഴും നിലവിൽ കിട്ടുന്നുണ്ടാവും. ഓക്കെ. ബോൾട്ട് കൊടുത്തു. മൈക്ര സ്റ്റോക്ക് ഉണ്ട്. ഓക്കെ. ഇയോൺ റെഡിയിലുള്ളതാണ്. KL71 ഇപ്പോൾ ഒരു സ്റ്റോക്ക് വന്നിട്ടുള്ള ഇയോൺ വരാനുണ്ട്. നമ്മൾ 5 ഇയോൺ ഉണ്ടായിരുന്നു. ആ ബാക്കിൽ എടുക്കുന്ന വണ്ടികളായിരുന്നു. ആ ബാക്കിൽ എടുക്കുന്ന ഇയോണൊക്കെ എല്ലാം കൊടുത്തു കഴിഞ്ഞു. എല്ലാം ഏകദേശം ഫുള്ള് ലോണിലാണ് കൊടുത്തത്. ഫുൾ ലോണിലാണ് കൊടുത്തത്. ഫുൾ ലോണിൽ എല്ലാം ഫുൾ ലോൺ കയറുന്നുണ്ടോ? ഫുൾ ലോൺ കയറും. ഇതിനും ഫുൾ ലോൺ ചെയ്യാൻ പറ്റുമോ? 2015 മോഡലാണ് വരുന്നത്. 2015 മോഡൽ ഇയോൺ. KL71 രജിസ്ട്രേഷൻ ആണ്. ഇറ മാഗ്ന സ്പോർട്സ് ഏതാ വേരിയന്റ്? ഏതാ ഇത്? ഇറ പ്ലസ് ആണ് വരുന്നത്. ഇറ പ്ലസ് ആണ്. 800 cc ആണോ 1000 cc ആണോ? ഇത് വരുന്നത് 800 cc വരുന്ന വണ്ടി. 2015 മോഡല്. 15 മോഡലില് 800 cc ഇയോൺ ഇറ പ്ലസ്. ഫീച്ചർ സൈഡിൽ AC ഉണ്ടാവും, പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2-door പവർ വിൻഡോസ്. സീറ്റ് കവേഴ്സ് ആഫ്റ്റർ മാർക്കറ്റ് അത്യാവശ്യം നല്ല വൃത്തിയിൽ ചെയ്തിട്ടുണ്ട് പുതിയതായിട്ട്. അതേപോലെ തന്നെ ഒരു മ്യൂസിക് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഇൻബിൽട്ട് ഇറയിൽ മ്യൂസിക് സിസ്റ്റം വരാത്തതിനെ കൊണ്ട് ഏകദേശം 18-20 റേഞ്ചിൽ നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ടാവും ഇയോൺ ഇറ പ്ലസിൽ. റേറ്റ് എത്ര ചോദിക്കുന്നത്? 88 ചോദിക്കുന്നുണ്ട്. കുറച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഓണർഷിപ്പ് എത്ര ആയിട്ടുണ്ട്? ഇത് സെക്കൻഡ് ഓണറിൽ വരുന്ന വണ്ടി. ഓക്കെ. കിലോമീറ്റർ 1 lakh അറൗണ്ട് ഓടിയുണ്ട്. ഓക്കെ. ഇപ്പൊ നിലവിലുള്ള മെക്കാനിക്കൽ കണ്ടീഷൻ 1 ലക്ഷം ഓടിയെ കൊണ്ട് മെക്കാനിക്കലൊക്കെ ഫിറ്റാ. ഓക്കെ. 15 റേറ്റ് എത്ര? കംപ്ലൈന്റ് ഉള്ള വണ്ടി നമ്മളിവിടെ വെക്കില്ല. ഓക്കെ. എഞ്ചിൻ പണി അങ്ങനത്തെ കലാപങ്ങളൊന്നും ഇല്ല. ഹീറ്റ് ആകുന്ന വണ്ടി. റേഡിയേറ്റർ ഫുൾ ചെക്ക് ചെയ്തിട്ട് മാത്രം അങ്ങോട്ട് കേട്ടു. ശരി. ഇതിനിപ്പോ റേറ്റ് എത്ര ചോദിക്കുന്നത്? ഇത് റേറ്റ് വരുന്നത് 188. 1,88,000 ആണ്. ഇനിയും കുറയും. ഇനി കുറച്ച് കൊടുക്കുന്നുണ്ട്. 2 ലക്ഷത്തിന് അടുത്ത് വരെ ലോണ് കയറുന്ന വണ്ടിയാണ്. 1.25 1.80 ലോൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ. സാർക്ക് അടുത്ത് വാഗനർ ആണ്. VX 2012 മോഡല്. KL48 ആണ് രജിസ്ട്രേഷൻ വരുന്നത്. K സീരീസ് 1 ലിറ്റർ എഞ്ചിനാണ് വരുന്നുണ്ടാവുക. ഈ ഒരു ഷേപ്പ് വാഗണാറിൻ്റെ അകത്ത് 1000 cc ഏകദേശം 15-16 ഒക്കെ റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. ബോഡിയിൽ നോക്കുകയാണെങ്കിൽ VXI എന്നുള്ള ഫുൾ ഓപ്ഷനിലേക്ക് വരുന്നേരം നമുക്ക് ബാക്ക് സെൻസേഴ്സും അതേപോലെ തന്നെ റിയർ വൈപ്പർ, ഡീഫോഗർ ഇത്രയും കാര്യങ്ങൾ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. റിവേഴ്സ് സെൻസേഴ്സ് ഉണ്ട്. OE alloy wheels അല്ല, പക്ഷെ ആഫ്റ്റർ മാർക്കറ്റ് alloys നമ്മൾ ചെയ്തായിട്ടും കാണുന്നുണ്ട്. ഇന്റീരിയറിലേക്ക് വരുന്ന നേരം AC പവർ സ്റ്റിയറിംഗ്, 4-door പവർ വിൻഡോസ് പ്ലസ് ഇന്റീരിയർ അത്യാവശ്യം നീറ്റ് ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സാർക്ക് ഇത് കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? 85 ഓടിയിട്ടുണ്ട്. 85,000 കിലോമീറ്റർ. ജെനുവിൻ കിലോമീറ്റർ ആണോ? ഓക്കെ. 2012 മോഡൽ വാഗണർ ആണ്. നമുക്ക് ലോണൊക്കെ ഏകദേശം എത്ര ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ? 2 ലക്ഷം രൂപ ലോൺ ചെയ്യാം. 2 ലക്ഷം ലോൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. 2.40 എത്ര ചോദിക്കുന്ന റേറ്റ്? 2,35,000. 35 ആണ്. 40 ആയിരുന്നു, 35 ആക്കിയിട്ടുണ്ട്. ഇനിയും കുറയും. കുറച്ച് കൊടുക്കാം. നല്ലപോലെ കുറയും, കുറച്ച് കുറയും. ചെയ്ത് കൊടുക്കാം. ഓക്കെ. സാഹിബ് അടുത്തത് ഇത് 2000 നമ്മൾ കുറച്ച് മുമ്പ് കാണിച്ച വണ്ടിയായിരുന്നു. മുന്നേ കാണിച്ചിട്ടുണ്ട് വണ്ടി. ഇന്ത്യയിൽ നമ്മൾ കാണിച്ച വണ്ടിയായിരുന്നു. ഓക്കെ. 2016 മോഡലാണ്.
1000 cc ആണോ 800 cc ആണോ റെഡിഗോ? ഇത് വരുന്നത് 800 cc വരുന്ന വണ്ടിയാണ്. 800 cc ആണ്. ബാക്കിൽ റിവേഴ്സ് സെൻസേഴ്സ്, അതേപോലെ തന്നെ ഒരു ക്യാമറ കാണുന്നുണ്ട്. KL11 BD രജിസ്ട്രേഷൻ ആണ്. ഓക്കെ, ചെറിയൊരു സ്ക്രീന്, LCD സ്ക്രീന് മുകളിൽ കൊടുത്തായിട്ടും കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. റിവേഴ്സ് ക്യാമറ വിത്ത് സ്ക്രീന്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ് അല്ല, 2 ഡോർ പവർ വിൻഡോസ് ആയിരിക്കും ഫീച്ചറായിട്ട് വരുന്നുണ്ടാവുക. അത്യാവശ്യം നല്ല ബോഡി ഷേപ്പ് കാണുന്നുണ്ട്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ സൗക? ഇല്ല, റീപ്ലേസ് ഒന്നുമില്ല. 2016 മോഡൽ ഡാറ്റ്സൺ റെഡിഗോ 800 cc ആണ്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? കിലോമീറ്റർ വരുന്നത് 28,000 കിലോമീറ്റർ. 28,000 കിലോമീറ്റർ. ഓണർഷിപ്പ് എത്രയാ? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പിലായി. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും പറയത്തക്ക രീതിയിലുണ്ടോ? ഒന്നുമില്ല. നല്ല വണ്ടിയാണോ? നല്ല വണ്ടി. 28,000 എന്നുള്ള ജെന്യൂൻ കിലോമീറ്റർ ആണോ? ഒരു 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്ന ഡാറ്റ്സൺ റെഡിഗോ. ഇതിൽ എയർ ബാഗ് ഒന്നും വരുന്നില്ലല്ലോ? ഇല്ല, 2016 എയർ ബാഗ് ഇല്ല. അപ്പം 2016 ഡാറ്റ്സൺ റെഡിഗോ റേറ്റ് ആണ് ചോദിക്കുന്നത്. 1.95 നമ്മൾ ആദ്യം എത്തിയിരുന്നത്. ഓക്കെ, അത് മാക്സിമം കുറച്ച് കൊടുക്കും. നമുക്ക് 1.89 ആണ് ഇപ്പൊ ചോദിക്കുന്നത്. ഓക്കെ, ഇനിയും കുറയും. നല്ലപോലെ കുറയും. നല്ലപോലെ കുറച്ച് കൊടുക്കും. ലോണ് എത്ര കയറുന്നുണ്ടോ? ലോൺ നമുക്ക് ഏകദേശം 1.5, 1.60, 1.70 അങ്ങനെയാണ്. സാധാരണ നമ്മൾ ഡാറ്റ്സൺ റെഡിഗോ 1.45 2016 കാണാറുണ്ട്. 1.45 നമ്മൾ പുറമെ കാണാറുണ്ട്. ഇതിപ്പോ റേറ്റ് കൂടുതലായിട്ട് ചെറിയ തോന്നുന്നുണ്ട്. കൂടുതൽ ഓട്ടം കുറവാണ്. വണ്ടി ക്വാളിറ്റി ഉണ്ട്, ഹൈ ക്വാളിറ്റി വണ്ടി. 28,000 എന്നുള്ള ജെന്യൂൻ കിലോമീറ്റർ അതിനെ കൊണ്ടാണ് റേറ്റ് വ്യത്യാസമാണ് പറയുന്നത്. ഓക്കെ, 2015 ഹോണ്ട സിറ്റി ആണ്. KL10 മലപ്പുറം രജിസ്ട്രേഷനിലേക്ക് റീ ആണോ കേരള ആണോ? ഇത് വരുന്നത് കേരളക്ക് റീ ചെയ്താണ്. നമ്പർ ആയി റീ രജിസ്ട്രേഷൻ ചെയ്ത വണ്ടിയാണ്. നമ്പർ ആയതാണ് KL10ലേക്ക്. ഓക്കെ, വേരിയന്റ് ഏതാ വരുന്നത്? SVT ഡീസൽ ആണ് കേട്ടോ. ഓക്കെ, ഡീസൽ SMT അല്ലേ? അല്ല, VMT അല്ലേ? VMT എന്ന് പറയുന്ന നേരം എയർ ബാഗ് സിംഗിൾ ആയിരിക്കും അന്ന് വരുന്നത്. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉണ്ടാവും. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് AC വരുന്നില്ല. AC പോർഷന് 4 ഡോർ പവർ വിൻഡോസ്, ഇത്രയും ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ബാക്ക് സെൻസേഴ്സ്, റിവേഴ്സ് സെൻസേഴ്സ് വരുന്നില്ല. ഇത് കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് കിലോമീറ്റർ 1.60 ആണ് ഇതിൽ മീറ്ററിൽ കാണിക്കുന്നത്. ജെനുവിൻ ആണോ എന്ന് ഉറപ്പുണ്ടോ? ഉറപ്പ് പറയാൻ പറ്റില്ല. ഹിസ്റ്ററി എടുത്തിട്ട് വന്നോട്ടെ. കമ്പനി ഹിസ്റ്ററി എടുത്തോട്ടെ. എടുത്തിട്ടില്ല. ഓക്കെ, മാർക്ക് ആൻഡ് സെയിൽ വണ്ടിയാണ്. ഹിസ്റ്ററി എടുക്കാൻ വേണ്ടി നിങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല. ഇപ്പോൾ ചില ഡീലർഷിപ്പിലൊക്കെ RC കോപ്പി അല്ലെ RC ഓണറൊക്കെ വേണമെന്നൊക്കെ പറയും. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം, സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതേ സമയത്ത് ഈ ഒരു ഹോണ്ട സിറ്റിക്ക് റേറ്റ് എത്ര ചോദിക്കുന്നത്? 4.80 ചോദിക്കുന്നുള്ളൂ. 20ന്റെ പുറത്ത് മൈലേജ് കിട്ടുന്ന ID.Tech എഞ്ചിനാണ്. 4.80 എന്നുള്ളത് ഇനിയും കുറയുമോ? കുറയും. ഫുൾ ഓൺ ചെയ്യാം. ഫുൾ ഓൺ ചെയ്യാൻ വേണ്ടി പറ്റും. കേരളത്തിൽ റീ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. അതിനെക്കൊണ്ട് വേറെ ലോണിന്റെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ? ഒന്നുമില്ല. പ്രൂഫ് അയച്ചാൽ നമ്മൾ ലോൺ ചെയ്ത് കൊടുക്കാം. 2015 മോഡലാണ്. എർട്ടിഗയാണ് വീഡിയോ. KL57 കൊടുവള്ളി രജിസ്ട്രേഷൻ ആണ്. DDIS എന്നുള്ള ബാഡ്ജിങ് ആണെന്നുണ്ട്. അതായത് ഡീസലാണ്. LDI VDI ZDI അല്ല, LDI ആണോ VDI ആണോ? അത് VDI. ബാക്കിൽ ബാഡ്ജിങ് ഒന്നുമില്ല. ABS വരുന്നുണ്ട്. VDI ABS വരുന്ന വേരിയന്റ് ആണ് 2015 15 എയർ ബാഗ് വരുന്നുണ്ടോ എർട്ടിഗയിൽ? ഇല്ല, 15 എയർ ബാഗ് വരുന്നില്ല. പക്ഷേ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ്, റൂഫ് AC, ഇത്രയായിരിക്കും മിഡിൽ ഓപ്ഷൻ ഡീസലിൽ നമുക്ക് കിട്ടുന്ന ഫീച്ചർ. ഇന്റീരിയേഴ്സ് അത്യാവശ്യം നല്ല നീറ്റാണ്. സൗകര്യ കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? കിലോമീറ്റർ വരുന്നത് 1.63 ഓടിയിട്ടുണ്ട്. 1.63 ഓടിയിട്ടുണ്ട്. ജെന്യൂൻ കിലോമീറ്റർ ആണോ? ജെന്യൂൻ കിലോമീറ്റർ. കമ്പനി ഹിസ്റ്ററി ഉണ്ടോ? കമ്പനി പക്കാ സർവീസ് തന്നെയാണ്. 2015 മോഡലാണ്. സെക്കൻഡ് ഓണർ വണ്ടി. ഓക്കെ, റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഹിസ്റ്ററി എന്തെങ്കിലും പറയാത്ത രീതിയിൽ? ഒന്നുമില്ല. റീപ്ലേസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്തിട്ട് തന്നെ നമുക്ക് കാറ്റലോഗിൽ തന്നെ ചെക്ക് ചെയ്ത് കൊടുക്കാം. ഇതിൽ B ആണ്. ഓക്കെ, 15 ആണ് ഒക്കെ വരുന്നത്. റീപ്ലേസ് ഒന്നുമില്ലല്ലോ? ഇപ്പൊ വന്ന വണ്ടിയാണ്, ചൂട് മാറിയിട്ടില്ല, അതാണ് ചോദിക്കുന്നത്. റീപ്ലേസ് ഒന്നുമില്ല. ഓക്കെ, റേറ്റ് എത്ര ചോദിക്കുന്നത്? റേറ്റ് 5.30 ചോദിക്കുന്നുണ്ട്. മാക്സിമം കുറച്ചിട്ട് തന്നെ ചെയ്യും. ഓക്കെ, ലോണൊക്കെ ഏകദേശം എത്ര കിട്ടുന്നുണ്ടോ? ലോൺ നമുക്ക് ഒരു ഏകദേശം 4.5, 4.45, 5ന്റെ അടുത്തൊക്കെ നമുക്ക് 15 മോഡലല്ലേ? അതിന് മുകളിൽ 5ന് മുകളിൽ ലോൺ കയറില്ലേ? മാക്സിമം ഫുൾ ഓൺ ചെയ്യാം. നമുക്ക് നോക്കിയിട്ട് ട്രാക്ക് പ്രൊഫൈൽ ഡിപ്പെൻഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. 2019 മോഡല് നെക്സോണ്. KL59 വണ്ടിയാണ്. അതായത് തളിപ്പറമ്പ് രജിസ്ട്രേഷൻ ആണ്. XZ പ്ലസ് കേട്ടോ. XZ പ്ലസ് ഉള്ളത് അന്ന് ഇറങ്ങിയിട്ടുള്ള ഫുൾ ഓപ്ഷൻ. XZ പ്ലസ് ഉണ്ടോ? XZ പ്ലസ് ആണ്. ഡീസൽ ആണ്. ഓക്കെ, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 2019 സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ഡീസൽ ആണോ പെട്രോൾ ആണോ? ഡീസൽ എഞ്ചിൻ കേട്ടോ. ഡീസൽ 1.5 ലിറ്റർ റെവട്ടോർക്ക് എഞ്ചിൻ ആയിരിക്കും വരുന്നുണ്ടാവുക. സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ടാവും. ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ടാവും. AC പോർഷൻ, 4 ഡോർ പവർ വിൻഡോസ്, 3 ഡ്രൈവിംഗ് മോഡ് വരുന്നുണ്ടാവും. അതായത് സിറ്റി, ഹൈവേ, സിറ്റി, സ്പോർട്ട്, അതേപോലെ തന്നെ എക്കണോമി എന്നുള്ള 70, 90,
110 PS ഇങ്ങനെ 3 പവർ മോഡ്സിനായിട്ട് OE എല്ലാ വീൽസ് അന്ന് കമ്പനി ഇറങ്ങുന്നുണ്ടല്ലോ. സിംഗിൾ ഓണർ വണ്ടി കേട്ടോ. അല്ല OE എല്ലാ വീൽസ് അന്ന് ഇറങ്ങുന്നില്ല. ഇറങ്ങുന്നുണ്ട്. പക്ഷെ ഇതിൽ എല്ലാ വീൽസ് കാണുന്നില്ല. ചെയ്തിട്ടില്ല. ഓക്കെ, അന്ന് ഇറങ്ങുന്നില്ല. സ്റ്റാർട്ടിങ് സംഭവം കമ്പനി ഇറക്കിയിട്ടുണ്ട്, പക്ഷെ വണ്ടി ഇങ്ങോട്ട് ഇറക്കിയപ്പോൾ എല്ലാ വീൽസ് ഇല്ല. സിംഗിൾ ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? കിലോമീറ്റർ 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ, 24, 27 ഒക്കെ മൈലേജ് യൂസർ റിവ്യൂസിൽ കാണാറുണ്ട്. 20-ന് മുകളിൽ എങ്ങനെയാലും സ്റ്റാൻഡേർഡ് ആയിട്ട് 1.5 ലിറ്റർ എഞ്ചിനിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. റേറ്റ് എത്ര ചോദിക്കുന്നത്? റേറ്റ് 6.5 നമ്മളിത് ചോദിച്ചു. 6.5 ലക്ഷം രൂപയായിരുന്നു മുന്നേ ചോദിച്ച റേറ്റ്. ഇപ്പൊ എത്ര ചോദിക്കുന്നത്? നമ്മൾ ഇതിലൊരു 20,000 റുപ്യ ഡിസ്കൗണ്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, മാക്സിമം ലോൺ കയറും. അന്ന് വണ്ടി ഇറങ്ങുന്ന സമയത്ത് വണ്ടിക്ക് ഏകദേശം 11-ന്റെ അടുത്ത് 11.5-12 റേഞ്ചിലായിട്ട് വണ്ടിക്ക് റേറ്റ് അന്നുണ്ടായിരുന്നു. ഇപ്പൊ ഫുൾ ഓപ്ഷൻ വണ്ടിക്ക് ഏകദേശം 17-18 റേഞ്ചിൽ റേറ്റ് വരുന്നുണ്ട്. അന്നത്തെ റേറ്റ് ആയിട്ട് കമ്പയർ ചെയ്യുന്നേരം പകുതി റേറ്റിലേക്ക് ഏകദേശം എത്തിയിട്ടുണ്ട്. നല്ല വണ്ടിയാണ്. ഫുൾ ലോൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും അല്ലേ? ഓക്കെ, അടുത്ത് നമ്മള് മുമ്പ് കാണിച്ച i20 കാണിച്ചിരുന്നു. ആസ്റ്റ ഓപ്ഷനിൽ i20 ആസ്റ്റ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അന്നിറങ്ങിയ ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് വരുന്നുണ്ടാവും, ഫോഗ് ലാംപ്സ്, അതേപോലെ തന്നെ OE എല്ലാ വീൽസ്, ബാക്ക് സെൻസേഴ്സ്, ബാക്ക് വൈപ്പർ, ഡീഫോഗർ, ബാക്ക് സെൻസേഴ്സ് വരുന്നുണ്ടാവും. ആസ്റ്റ ഓപ്ഷനിലേക്ക് വരുന്ന നേരം ആസ്റ്റ ഓപ്ഷനിൽ 6 എയർ ബാഗ് ആയിരിക്കും നമുക്ക് ഇന്റീരിയറിൽ നോക്കുന്നതിനുള്ള മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ടാവും, അതേപോലെ തന്നെ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ്. സാർക്ക് കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ വരുന്നത് 72,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 72,000 കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ ആണോ? ജെനുവിൻ കിലോമീറ്റർ. 2019 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 5 വർഷം കൊണ്ട് 72,000 കിലോമീറ്റർ. ഡീസൽ വണ്ടിനെ സംബന്ധിച്ചിട്ട് സെക്കൻഡ് ഓണർ വണ്ടിയാണ്. നോർമൽ കിലോമീറ്റർ ആണ്. 1.4 ലിറ്റർ CRD എഞ്ചിൻ ആയിരിക്കും. ഏകദേശം 18-20 റേഞ്ചിൽ മൈലേജും പറയാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. വണ്ടി നിലവിലുള്ള കണ്ടീഷൻ എങ്ങനെയാണ്? നിലവിൽ പക്ക ക്വാളിറ്റിയാണ്, മെക്കാനിക്കൽ ഫിറ്റാ. ഓക്കെ, സാർക്ക് അടുത്ത് ബലോനാണ്, സീറ്റാണ് വരുന്നത്. സീറ്റ് എന്നുള്ളത് ആൽഫയ്ക്ക് തൊട്ട് താഴെ വരുന്ന വേരിയന്റ് ആണ്. ന്യൂ ഷേപ്പില് ഫേസ് ലിഫ്റ്റഡ് വരുന്ന ബലേനോ ആണ്. 22 മോഡലാണ് കേട്ടോ. 22 മോഡലാണ്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 6,000 കിലോമീറ്റർ ഓടിയുള്ളൂ. ആകെ 6,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ബാക്ക് വൈപ്പർ, ബാക്ക് സെൻസേഴ്സ്, OE എല്ലാ വീൽസ് സീറ്റിലേക്ക് വരുന്നേരം കാണുന്നുണ്ടാവും. പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഉണ്ട്, ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ടാവും. അതേപോലെ തന്നെ ഇൻബിൽട്ട് ആയിട്ടുള്ള ഒരു ഇൻഫോർടൈൻമെന്റ് സ്ക്രീനും കാണുന്നുണ്ട്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ്. ഇത്രയായിരിക്കും ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ടാവുക. ബലേനോ സീറ്റിലേക്ക് വരുന്ന നേരം വണ്ടി എന്താ കണ്ടീഷൻസ് ആവുക? 6,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സാർ നിലവിൽ വണ്ടിയുടെ കണ്ടീഷൻ എന്താണ്? 6,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആക്സിഡന്റ് വർക്ക് എടുത്ത വണ്ടിയാണ്. ആക്സിഡന്റ് വർക്ക് എന്ന് പറയുമ്പോൾ മേജർ ആണോ മൈനർ ആണോ? ഫ്രണ്ട് തട്ടിയിട്ടുള്ള വർക്കാണ്, അപ്രോൺ വർക്ക് ഒന്നും എടുത്തിട്ടില്ല. ഓക്കെ, ഓക്കെ. ആക്സിഡന്റ് വർക്ക് പറയുമ്പോൾ ആപ്രോൺ രണ്ടും വലിയ കലാപമില്ല. ബാക്കി വേറെ എന്തൊക്കെയാ വർക്ക് എടുത്തിട്ടുണ്ടാവുക? ബോണറ്റ് റീപ്ലേസ് ആണ്. ബോണറ്റ് റീപ്ലേസ് ഉണ്ട്. വേറെ മേജർ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. ഓക്കെ, സൈഡില് ചെറിയൊരു വർക്ക്. നിലവിൽ റണ്ണിങ്ങില് വണ്ടിക്ക് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. നല്ല വണ്ടിയാണ്. സ്ട്രക്ചറൽ ഡാമേജ് എന്ന് പറയാൻ വേണ്ടി പറ്റുമോ? ഇല്ല, അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. 6,000 കിലോമീറ്ററിൽ ഓടിയിട്ടുള്ളൂ. ഓക്കെ, ഫുൾ ഓൺ കയറാം. നിലവിൽ റേറ്റ് ചോദിക്കുന്നത് എത്രയാ? 7.25 ചോദിക്കുന്നുള്ളൂ. 7.25 ചോദിക്കുന്നത്. പുതിയ ബലേനോ സീറ്റൊക്കെ ഏകദേശം 10-ന്റെ അടുത്ത് തന്നെ, 10-ന് പുറത്തായിട്ടൊക്കെ റേറ്റ് വരുന്നുണ്ട്. 10-ന് പുറത്തായിട്ട് റേറ്റ് വരുന്നുണ്ട്. ഒരു 6,000 കിലോമീറ്റർ ഓടിയിട്ട് 2 വർഷത്തിനടുത്ത് പഴക്കം വരുന്ന വണ്ടിയല്ലേ? ഓക്കെ, എടുക്കുന്ന ആക്കത് വെറുത്താണോ അല്ലോ? റീപ്ലേസ് ഉള്ളതിനെ കൊണ്ട് ചോദിക്കുകയാണ്. ലോണൊക്കെ കയറ്റി ഉപയോഗിക്കുന്നവർക്ക് പ്രശ്നമില്ലാത്ത വണ്ടിയാണ്. ഓക്കെ, ഫുൾ ലോൺ വേണ്ടവർക്ക് വലിയ കുഴപ്പമില്ലാത്ത വണ്ടിയാണ്. ഓക്കെ, 20-ന്റെ അടുത്ത് കയറ്റി ബലേനോ ഈ ഒരു ഷേപ്പിൽ മൈലേജ് കിട്ടുന്നുണ്ട്. കാരണം മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാരുതിന്റെ ക്രംബിൾ സോണാണ്, വെയിറ്റ്ലെസ് ആണ്. ഫോർച്യൂണർ ആണ്, 4 വീൽ ഡ്രൈവ് മാനുവൽ. ഓക്കെ, OE എല്ലാ വീൽസ് വരുന്നുണ്ടാവും. അതേപോലെ 3 ലിറ്റർ എഞ്ചിൻ അല്ലേ ഈ ഫോർച്യൂണറിൽ വരുന്നുണ്ടാവുക? 2011 മോഡലേ. ഓക്കെ, ഡീസൽ ഫ്യൂൽ ഓപ്ഷൻ. കേരള വണ്ടിയാണോ റീ വണ്ടിയാണോ? റീ വണ്ടിയാണ്. ഇങ്ങോട്ട് നമ്പറിൽ നമുക്ക് നോക്കി കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇപ്പം നിലവിലുള്ളത് HR ഹരിയാന രജിസ്ട്രേഷൻ ആണ്. ഫീച്ചർ സൈഡിൽ ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ടാവും. അതേപോലെ തന്നെ ഒരു ആഫ്റ്റർ മാർക്കറ്റ് ആൻഡ്രോയിഡ് സ്ക്രീന് കൊടുത്തായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. 7 സീറ്റർ ബീസ്റ്റ്, 3 ലിറ്റർ ടൊയോട്ടയുടെ എഞ്ചിന്. നിലവിൽ കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? കിലോമീറ്റർ വരുന്നത് 140 സംതിങ് ഓടി, 147 ഓടി. ജെനുവിൻ കിലോമീറ്റർ ആണോ അല്ലെങ്കിൽ? ഏകദേശം ജെനുവിൻ കിലോമീറ്ററിനായിരിക്കും. കാരണം ഇതൊന്നും ടാക്സി ആരും ഉപയോഗിക്കില്ലല്ലോ. ഫോർച്യൂണർ ടാക്സി വരാൻ ചാൻസ് കുറവാണ്. പക്ഷേ ഡൽഹിയിൽ ഹരിയാനയിലൊക്കെ നമ്മൾ റേറ്റ് അത്യാവശ്യം നല്ല ഗ്യാപ്പിൽ കാണാറുണ്ട്.
ഇവിടെ ഇപ്പം നമ്പർ ആക്കിയിട്ട് നിങ്ങൾക്ക് എത്ര റേറ്റിലാണ് വരുന്നുണ്ടാവുക? ഇതിൽ നമ്പർ ആക്കിയിട്ട് ടാക്സിയിൽ വരുന്നില്ല എന്നല്ല, ടാക്സി വരുന്ന വണ്ടി ഉണ്ട്, പക്ഷെ കുറവാണ്. എറ്റിയോസിനൊക്കെ മാതിരി ചറപറ കാണാറില്ല. വണ്ടി ഹിസ്റ്ററിയിട്ട് തന്നെ വന്നോട്ടെ വണ്ടി. ഓക്കെ, എത്രയാണ് നിങ്ങൾ റേറ്റ് വയ്ക്കുന്നത്? റേറ്റ് വരുന്നത് 990 നമ്മളോട് ചോദിച്ച് കുറച്ച് കൊടുക്കുന്നുണ്ട്. മാക്സിമം ആനുമായിട്ട് കുറച്ച് കൊടുക്കാം നമുക്ക്. ഓക്കെ, അപ്പം ലോണ് നിലവിൽ HR രജിസ്ട്രേഷൻ അതിനെ കൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റുമോ, അല്ലെങ്കിൽ കേരളത്തിലേക്ക് മാറ്റിയതിന് ശേഷമായിരിക്കും ലോൺ ചെയ്യാൻ വേണ്ടി പറ്റുക? ലോൺ നമുക്ക് ചെയ്ത് കൊടുക്കാം. എന്താ വെച്ചാൽ ഇത് ഓൾറെഡി NOC വാങ്ങിയ വണ്ടിയാണ്. ഓക്കെ, പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് നമ്പർ ആക്കാം. അതിന് അഡ്വാൻസ് ഇട്ട് തരികയാണെന്നുണ്ടെങ്കിൽ ബാക്കി നമ്മൾ ഇവിടെ തന്നെ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഫുൾ ലോൺ ചെയ്യാൻ വേണ്ടി പറ്റുമോ, അല്ലെങ്കിൽ 8 ലക്ഷം രൂപ വരെ കയറ്റാം, ലോണ് കയറ്റാം കേട്ടോ. 7-8 ലക്ഷം രൂപ വരെ ലോണ് കിട്ടുന്നുണ്ടാവും. ഇപ്പം നിലവിൽ ഫോർച്യൂണർ ഇത്രയും വലിയ വണ്ടിയാണ്, റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. അതിനെക്കൊണ്ട് ചോദിക്കട്ടെ, നിലവിൽ എന്തെങ്കിലും ഇഷ്യൂസ്, കംപ്ലൈൻറ്റ്സ് മെക്കാനിക്കൽ ഗുഡാണ്. ഈ 990 എന്നുള്ള റേറ്റ് ഇനി കുറച്ച് കൊടുക്കും. 11 മോഡൽ അതിനെക്കൊണ്ട് 2026 വരെയാണ് പേപ്പർ ഫിറ്റ് ഉള്ളത്. വേറെ കാര്യങ്ങൾ കാര്യമായിട്ട് വർക്കും കാര്യങ്ങളൊന്നും പറ്റില്ലല്ലോ? കംപ്ലീറ്റ് വർക്ക് തീർത്തിട്ട് കൊണ്ടുവച്ചാണ്. ഓക്കെ, അത്യാവശ്യം നല്ല ടയേഴ്സും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. മേജർ ആക്സിഡന്റ്, ഫ്ലഡ് ഒന്നുമില്ല. ഓക്കെ, അഥവാ ഉണ്ടെങ്കിൽ ഗ്യാരണ്ടി നമ്മൾ ഫ്ലഡ് ഇങ്ങോട്ട് തിരിച്ചെടുക്കും, ഗ്യാരണ്ടിയാണ്. ഓക്കെ, ശരി. അതൊക്കെ അടുത്തത് മസ്താണ് GS SML ഗ്ലോബൽ സീരീസിൽ വരുന്ന വണ്ടി. മോഡൽ ഏതാ? 22 വണ്ടി കേട്ടോ. 2022 വണ്ടി. 8000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കേട്ടോ. സോറി, 11,800. 11,800 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. ടിപ്പർ അല്ലേ ഇത്? ട്രിപ്പർ. വണ്ടി നിലവിലുള്ള കണ്ടീഷൻ എന്താണ്? വണ്ടി കുറഞ്ഞ ഹോട്ടലിൽ ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസുള്ള വണ്ടി. കമ്പനി സർവീസ് ഉണ്ട്, പക്കയാണ്. ഓണർഷിപ്പ് എത്രയുണ്ടോ ഏകദേശം? ഇത് രണ്ടാമത്തെ ഓണർഷിപ്പിലേക്ക് മാറിയിട്ടുണ്ടോ? സെക്കൻഡ് ഓണർഷിപ്പിലേക്ക് മാറിയിട്ടേ ഉള്ളൂ. ആക്സിഡന്റ് ഹിസ്റ്ററി, റീപ്ലേസ്മെന്റ് എന്തെങ്കിലും പറയത്തക്ക രീതിയിൽ? റീപ്ലേസ് ഒന്നുമില്ല, ഫ്രണ്ടിലെ ഗ്ലാസ് മാത്രമല്ല. ഫ്രണ്ടിൽ ഗ്ലാസ് മാറിയിട്ടുണ്ടല്ലേ? ഓക്കെ, വേറെ പറയത്തക്ക രീതിയിൽ അപാകതകളൊന്നുമില്ലല്ലോ? ഇല്ല, അപാകതമൊന്നുമില്ല. ഓക്കെ, അപ്പം ഈ ഒരു വണ്ടിക്ക് പുതിയ ഏകദേശം എത്ര റേറ്റ് വരുന്നുണ്ടാവും? പുതിയനത് എങ്ങനെയാലും 21.5 21.5 പുതിയ വണ്ടിക്ക് റേറ്റ് വരുന്നുണ്ട്. ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് എത്രയാണ്? 15. വേറെ എടുക്കുന്നതൊക്കെ എന്തെങ്കിലും വർക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടാവും? അല്ല, വർക്ക് എന്തെങ്കിലും എടുക്കാണ്ടാവോ? വർക്കൊന്നുമില്ല. 2 വർഷത്തേക്ക് പുതിയ ബ്രേക്ക് ലൈറ്റ് ആയിരിക്കും കൊടുക്കുന്നതല്ലേ? ഓക്കെ, ഈ ഒരു വണ്ടിക്ക് നമുക്ക് ലോൺ അപ്പം എത്ര പറയാൻ വേണ്ടി പറ്റും? 15 ലക്ഷം രൂപ വരെ ലോൺ ചെയ്യാം, കൺഫേം. അതായത് ഫുൾ ലോൺ തന്നെ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ഓക്കെ, നമ്മളിന്നത്തെ വീഡിയോ നമ്മളുടെ റാപ്പ് ചെയ്യണം. വീഡിയോയിൽ കാണിച്ചിട്ടുള്ള പുതിയ സ്റ്റോക്ക് വണ്ടികളെ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് സാബിത്ക്കായിട്ട് കോൺടാക്ട് ചെയ്താണ്. മറ്റൊരു വീഡിയോ കാണുമ്പോൾ അബി സൈനിങ് ഓഫ്. അഡിയോസ്.